കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരൊറ്റ ചോദ്യം വ്യൂവേഴ്സിനോട്. ബിഗ് ബോസ് എന്ന ഷോയിൽ വരുന്നതിനും പങ്കെടുക്കുന്നതിനും മുമ്പ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള എത്ര പേരെ നിങ്ങൾക്ക് അറിയാമായിരുന്നു? അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? പേരെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്ന എത്ര പേരുണ്ട്? സീരിയൽ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ളവരെ മാറ്റി നിർത്താം, അവരെ കണ്ടെങ്കിലും പരിചയം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓരോ രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഒരു ഇത്തിരി ഫേമസ് ആയി ബിഗ് ബോസിലേക്ക് കോള് കിട്ടി കേരളം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തമുള്ള മലയാളികൾക്കിടയിൽ ഫേമസ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. സീസൺ 1 തൊട്ട് തുടങ്ങി സീസൺ 6 വരെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത എത്ര പേരാണ് ബിഗ് ബോസ് കാരണം ഓരോ വർഷവും രക്ഷപ്പെട്ടു പോകുന്നത്. എന്റെ അഭിപ്രായത്തില് ഇത്രയധികം ആളുകളെ രക്ഷപ്പെടുത്തി വിട്ട ഒരു ഷോ വേറെ ഇല്ല. എന്നുവെച്ചാൽ ഇന്ത്യ ലെവലിൽ തന്നെ രക്ഷപ്പെടുത്തി വിട്ടു എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു അതിന്റെ നന്ദി ഒട്ടും തന്നെ, അതിന്റെ കൂറൊട്ടും തന്നെ കാണിക്കാത്ത കുറെ അധികം മുൻ കണ്ടസ്റ്റൻസ് ഉള്ളത് മലയാളത്തിലാണ്. വേറെ ഒരു ഭാഷയിൽ ഇത്രയും കൂറില്ലാത്ത നിങ്ങളെ കണ്ടിട്ടില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാതിരുന്ന, തിരിച്ചറിയാതിരുന്ന ആളുകളെ വിളിച്ചു കയറ്റി റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇത്തിരി പരാമർശങ്ങളൊക്കെ നടത്തി ഇച്ചിരി നേരെ നിൽക്കുന്ന ഒരാള് സീസൺ 4 റണ്ണറപ്പ് ആയിട്ടുള്ള ബ്ലെസ്ലിയാണ്. അതുകൊണ്ട് ബ്ലെസ്ലിയിലേക്ക് വരാം. ബ്ലെസ്ലി പറയുന്നത് ബിഗ് ബോസിൽ പങ്കെടുത്തതാണ് ബ്ലെസ്ലിയുടെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് തീരുമാനം എന്നാണ്. ഷോ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പോയതെന്നും പോയതിനെ ഓർത്ത് ഒത്തിരി ഖേദിക്കുന്നുണ്ട് എന്നും ബ്ലെസ്ലി കൂട്ടിച്ചേർത്തു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കേരളം മൊത്തം തന്നെ തിരിച്ചറിഞ്ഞുവെന്നും പോകാതിരുന്നിരുന്നുവെങ്കിൽ ലോകം മൊത്തം തന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞേനെ എന്നും ഇന്റർനാഷണൽ ആയേനെ എന്നൊക്കെയാണ് നമ്മുടെ ബ്ലെസ്ലി വന്നിരുന്ന് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 4 മുമ്പ് ബ്ലെസ്ലി ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഉള്ളതുപോലെ പറയുകയാണ്, എനിക്ക് അറിയത്തില്ലായിരുന്നു ബ്ലെസ്ലി ആരാണെന്നുള്ളത്. സീസൺ 4 കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒട്ടും അറിയത്തുമില്ലായിരുന്നു. ഒട്ടുമിക്ക പ്രേക്ഷകരുടെയും കാര്യം അത് തന്നെയാണ്. അത്രയും വിസിബിലിറ്റി ബിഗ് ബോസ് കാരണം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബ്ലെസ്ലി എന്ന് പറയുന്നത്. അതും അത്യാവശ്യം പ്രേക്ഷക പിന്തുണ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. ഇല്ലെങ്കിൽ റണ്ണറപ്പ് ആവത്തില്ല, അറിയാലോ. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ നടത്തിയത് എന്ന് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, ഒരുമാതിരി പൊട്ടത്തരങ്ങളാണ് പുള്ളി ഇന്റർവ്യൂവിൽ പോയിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വന്നിരുന്ന് പറയുന്നത്? ഇന്റർനാഷണലി ഫേമസ് ആവണം, ഇന്റർനാഷണലി ഫേമസ് ആയേനെ. ഇന്റർനാഷണലി ഫേമസ് ആവണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ബിഗ് ബോസ് പോലൊരു സോ കോൾഡ് ഡൂക്കിലി ഷോയിൽ സാറ് പങ്കെടുക്കാനായിട്ട് പോയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 4 ആൾ അറിയണം. ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഈ ലോകത്തില്ല. എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണത്. അങ്ങനെ ഫേമസ് ആവാനായിട്ട് നമ്മൾ നമ്മുടെ ആദർശവും പിന്നെ ഈ പറയുന്ന ഓരോ തോന്നലും ഒക്കെ നമ്മൾ അങ്ങ് മാറ്റി വെക്കും. അങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞിട്ട് ഫേമസ് ആക്കിയവരെയൊക്കെ അങ്ങ് കൂട്ടത്തോടെ തള്ളിപ്പറയും. അത് പൊതുവെ ഉള്ളൊരു പരിപാടിയാണ്. വന്ന വഴി മറക്കുക. അതാണ് ബ്ലെസ്ലി ചെയ്തത്. ഇത് മാത്രമല്ല, മേക്കേഴ്സ് സുപ്രധാന ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയും പിന്നെ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണെന്നും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ബ്ലെസ്ലി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഡോക്ടർ റോബിൻ പണ്ടേ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അന്ന് നല്ല രീതിയിൽ തന്നെ ഓണം ഉണ്ടാക്കി ആഘോഷിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരുന്നത്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്ലെസ്ലി പറയുന്നത് മറ്റേ നനഞ്ഞ മടക്കം എടുത്തു വെച്ച് പൊട്ടിക്കാൻ നോക്കിയതുപോലെയാണ്. അപ്പൊ ഇത്രേ ഉള്ളന്നേ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ബിഗ് ബോസിലേക്ക് പോകുന്നതും ഫേമസ് ആവാനായിട്ടും ഇച്ചിരി കാശ് ഉണ്ടാക്കാനായിട്ടും. ബിഗ് ബോസിലേക്ക് പോകുന്നത് അതിനു വേണ്ടിയാണ്. രണ്ട് കാരണങ്ങളേ ഉള്ളൂ അതിന്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഫേമസ് ആയി നല്ല കാശുമായിട്ട്. പുറത്തിറങ്ങി വന്നിരുന്ന് ഫെയിമും ഉപയോഗപ്പെടുത്തി ക്യാഷും എടുത്ത് ഓരോ ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്ത് ഡബിൾ ലാഭം ഉണ്ടാക്കി 2 വർഷവും കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇതെന്റെ വേസ്റ്റ് ഡിസിഷൻ ആണേ, എനിക്ക് റിഗ്രറ്റ് ഉണ്ടേ എന്ന് പറയുന്നവരെ ഒന്നും നമ്മൾ ആരും ഗവനിക്കേണ്ട കാര്യം പോലും ഇല്ല. അവർക്ക് അനാവശ്യ അറ്റൻഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. ബിഗ് ബോസ് എന്ന ഗെയിം ഷോയെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഈ ഒരു ഫോർമാറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊന്നും അത് മാറാനായിട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.